ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിരുന്ന് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളെ നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ടല്ലേ? ഒരാൾ വേറെ എങ്ങും പോയിട്ടില്ല. ആളിതേ ഒറ്റയ്ക്ക് ഇന്ന് ഉത്സവത്തിനൊക്കെ പോയി വന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഉത്സവത്തിന് ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാർ ഒരുമിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ എന്നെയും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് പോണതല്ലേ, ഇവൻ ഇതുവരെ അങ്ങനെ ഒന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് അങ്ങനെ പോയിക്കോ, വലിയ ചെറുക്കനായില്ലേ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ചെറുക്കനാണെങ്കിൽ അവിടെ വെച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ കോണ്ടോപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറുക്കൻ എന്നെ ഓർത്തുന്നേ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. അങ്ങനെ പുറത്ത് പോയി വരുമ്പോൾ സാധാരണ സുനിച്ചേട്ടനാണല്ലോ എന്തെങ്കിലും പുറത്ത് പോയി വരുമ്പോൾ മേടിച്ചുകൊണ്ട് തരണത്. സുധപ്പനാണെങ്കിൽ പോയപ്പോൾ പൈസയൊക്കെ ആയിട്ട് പോകണ്ടായിരുന്നു, ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് കറങ്ങണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഒരു കോണ്ടോപ്പായിട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മക്കൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണുണ്ട്, വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ ചെയ്യണൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുള്ള. അപ്പോൾ ആ സന്തോഷം ഞാൻ എല്ലാവരുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി. സുധപ്പനാണെങ്കിൽ കൊണ്ടുപോയി ഭയങ്കര ഇഷ്ടമുണ്ട്. സുധ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു ഐസ്ക്രീമിലെ ബാക്കി ആളെടുത്ത് കഴിക്കണേണ്. ഇതെനിക്കും തരണേട്ടാ. എനിക്ക് സത്യത്തിൽ ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ട്. എന്നാലും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. എൻ്റെ മോനിക്ക് ആദ്യമായിട്ട് മേടിച്ചിട്ടുണ്ടെന്നൊരു സംഭവമല്ലേ. ആദ്യമായിട്ടല്ല, ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അത് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ വാങ്ങിക്കുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷം.